നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്ത് ശ്രദ്ധിക്കുക. നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ലെവലുകൾ 22,540, 22,580. ഈ രണ്ട് റെസിസ്റ്റൻസുകളും ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ്. മാത്രമല്ല നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ക്ലോസിങ് നെഗറ്റീവ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു താഴത്തേക്കാണ് ഒരു ക്ലോസിങ് വന്നിരിക്കുന്നത്. പക്ഷെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടായിട്ടുള്ള 22,350, 400 റേഞ്ചിൽ നിന്ന് ബൗൺസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് 22,480 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിലായിരുന്നു, പക്ഷെ റെസിസ്റ്റൻസ് ഹയർ ലെവല് 22,540 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 580, ഇത് രണ്ട് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, 580 റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നിഫ്റ്റിയിലും 540 റെസിസ്റ്റൻസിന്റെ ഒരു താഴത്തേക്ക് വന്നതോടുകൂടി പ്രോഫിറ്റ് ബുക്കിന്റെ സാധ്യതയാണ്. പക്ഷെ നിഫ്റ്റി 22,400 സപ്പോർട്ട് ഹോൾഡ് ചെയ്തു. 22,400 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷൻ വരെ നിഫ്റ്റി 22,400 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. നിഫ്റ്റിയിലും മുകളിലേക്ക് പിന്നീട് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ നമ്മൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് 22,540. അപ്പോൾ 22,540 വരെ തന്നെയാണ് നിഫ്റ്റിയുടെ ഒരു ഹൈയും വന്നിരിക്കുന്നത്. അതിനുശേഷം ചെറിയൊരു റേഞ്ചിലായിരുന്നു. ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോഴും തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുമ്പോൾ അത് ക്വിക്കായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വിക്കായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സേഫ് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. നിഫ്റ്റിക്കായാലും 22,400 തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 22,400 ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് 22,400 തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നിഫ്റ്റി വരും ദിവസങ്ങളായാലും നിഫ്റ്റി 22,400 ഹോൾഡ് ചെയ്തിട്ടാണോ നിലനിൽക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റിക്കയിലും നമ്മൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് നൽകുന്നത് 22,600 റെസിസ്റ്റൻസ് നൽകുന്നത്. നമുക്ക് വേറെ ഇതിനിടയിൽ വേറെ റെസിസ്റ്റൻസ് നൽകുന്നില്ല. കുറച്ചൊരു ഹയർ ലെവലാണ്, അപ്പൊ അതനുസരിച്ച് മാനേജ് ചെയ്യാം. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 22,400 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ വേറെ റെസിസ്റ്റൻസ് നൽകിയാൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നിഫ്റ്റി 22,600 മുകളിലാണ് ഓപ്പൺ. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 22,600 തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്. ഇൻകേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ 22,600 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിന് സാധ്യതയുണ്ട്. പക്ഷെ ചെറിയ ടൈം ഫ്രെയിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ 22,400 തന്നെയാണ് സപ്പോർട്ട്. ഇതിനിടയിൽ സപ്പോർട്ട് റേഞ്ചുകൾ ഉണ്ടെങ്കിലും പക്ഷെ അത് എക്സാക്റ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ ഏത് സപ്പോർട്ട് എടുക്കുമെന്നൊക്കെ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ റൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ 22,400, 22,600 എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് മാനേജ് ചെയ്യുക. 22,400 ബ്രേക്ക് ചെയ്താൽ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. 22,350 നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു. 350 ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. പക്ഷെ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു ബൈ എടുക്കേണ്ടത് 22,350 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,400 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണ്. 22,350 ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും 400 അടുത്ത് നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 400 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് കൂടുതൽ ബൈക്ക് ഒരു സാധ്യത. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ്. 350 താഴെയാണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ശ്രദ്ധിക്കേണ്ട കാര്യം 22,300 സപ്പോർട്ട് ഉണ്ട്, 22,230 സപ്പോർട്ട് ഉണ്ട്, 22,230 സപ്പോർട്ട് ഉണ്ട്, 22,190 സപ്പോർട്ട് ഉണ്ട്, 22,190. ഇതൊക്കെ നിഫ്റ്റിയുടെ സപ്പോർട്ടുകളാണ്. ഈ ഒരു സപ്പോർട്ടിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്ന കാണുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്തുക. ഇൻ കേസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാളാണ് അല്ലെങ്കിൽ ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. മുകളിലേക്കായാലും താഴത്തേക്കായാലും ഈ രീതി ഫോളോ ചെയ്യുക.
അപ്പോൾ നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളായാലും ഈ ഒരു ലെവല് ഹോൾഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി ശ്രമിക്കും. എക്സാക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹയർ ലെവലിൽ ശ്രദ്ധിക്കേണ്ടത് 22,600 മുകളിൽ 22,700 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന അതേ റെസിസ്റ്റൻസ് തന്നെ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി ആയാലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് 49,240 ആണ് നമ്മൾ നൽകിയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആ റെസിസ്റ്റൻസ് ആക്ട് ചെയ്തുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 49,100 ആയിരുന്നു. ഒരു ദൂരം താഴത്തേക്ക് തുടക്കത്തിലൊരു ബ്രേക്ക് ചെയ്തെങ്കിലും നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നു. തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. 100 പോയിന്റ് ഡിഫറൻസിൽ സപ്പോർട്ടുകൾ നൽകിയിരുന്നു. അതായത് 49,000 സപ്പോർട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഫാള് വന്നെങ്കിലും 49,000 ഹോൾഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. 240 മുകളിലേക്ക് പോയിരുന്നില്ല. അതിനുശേഷം വീണ്ടും 49,000 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ്, സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു, റേഞ്ചിന്റെ ഉള്ളിലാണ് നിലനിർത്തിയിരുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിനെ വരും ദിവസങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ലോവർ ലെവല് 48,520, അതുപോലെ തന്നെ 48,720 സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റി ഹയർ ലെവൽ റെസിസ്റ്റൻസ് 49,000, 49,050 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. 49,050 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 49,000 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് 49,230 ആണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 49,000 റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 49,720 ആണ് സപ്പോർട്ട് വരുന്നത്. ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 720 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 720 താഴെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 520 ആണ്, 48,520 ആണ് സപ്പോർട്ട്. ബാങ്ക് നിഫ്റ്റി ആയാലും ഇതിന്റെ ഒരു താഴെ 49,000 ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന തന്നെ വീക്ക്നെസ് ആണ്, ഇൻട്രാഡേയിൽ വീക്ക്നെസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. പക്ഷെ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ബൈക്കാണ് കൂടുതൽ സാധ്യത. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് നൽകിയിരിക്കുന്ന ആ റെസിസ്റ്റൻസ് 21,900 ആണ് റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 21,900 തന്നെയാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത്. 21,890 ആണ് ഹൈ വന്നിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി വർക്ക് ചെയ്ത് നോക്കാം. 21,740 സപ്പോർട്ട് നൽകിയിരുന്നു. ഓപ്പണിംഗ് സമയത്ത് തന്നെ ഈ ഒരു സപ്പോർട്ട് ഈ ഒരു റേഞ്ചിലായിരുന്നു ഫിൻ നിഫ്റ്റി വർക്ക് ചെയ്തിരുന്നത്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലായിരുന്നു. പക്ഷെ 21,740 ബ്രേക്ക് ചെയ്തെങ്കിലും മൊമെന്റം സ്പീഡ് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സെക്ഷൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആ റെസിസ്റ്റൻസ് റേഞ്ചിലാണ്. നമുക്ക് ഫിൻ നിഫ്റ്റിനെ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. റെസിസ്റ്റൻസ് ആയിട്ട് 21,805 ആക്ട് ചെയ്യും. 805 താഴെ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 750 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രെൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 750 താഴെ വീക്ക്നെസ് ആണ്. 630 ആണ് സപ്പോർട്ട്. 630 താഴെ 510 ആണ് സപ്പോർട്ട്. അപ്പോൾ ഫിൻ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 21,900 റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് താഴത്തേക്ക് വരുമ്പോഴാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഫിൻ നിഫ്റ്റി ആയാലും 21,805, 900 എന്ന് പറയുന്ന റേഞ്ച് വരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇതിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈക്ക് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ ഹയർ ലെവലിൽ 21,805, 900 റേഞ്ചൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫിൻ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയർ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.